അസ്സലാമു അലൈക്കും എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ മാങ്ങ കൊണ്ടുള്ള ഒരു ട്രെൻഡിങ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, ബോബ മാംഗോ മിൽക്ക് ഷേക്ക്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ മാംഗോ ബോബയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് മാങ്ങ കഷ്ണങ്ങൾ അരിഞ്ഞ് ജാറിലോട്ടിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ അടിച്ച് പ്യൂരിയാക്കി എടുക്കാം. മാങ്ങ നമുക്ക് നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടണം. ഇനി വേണ്ടത് മാവാണ്. സാധാരണ ഇതിൽ നോർമലി ടപ്പിയോക്ക പൗഡറാണ് ചേർക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ടപ്പിയോക്ക പൗഡർ ഇല്ല. അതുകൊണ്ട് ഞാൻ ചവ്വരി എടുത്തിരിക്കുകയാണ്. ചവ്വരി നല്ല മാവ് പരുവത്തിൽ ഗ്രൈൻഡായി കിട്ടണം. ടപ്പിയോക്ക പൗഡറോ അല്ലെങ്കിൽ കോൺ സ്റ്റാർച്ചോ ഉള്ളവർക്ക് അതെടുക്കാം. ചവ്വരി പൊടിച്ച് നന്നായി അരിച്ചെടുത്തതാണ് നമ്മൾ ചേർക്കുന്നത്. കുറച്ച് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കുക. മൈക്രോവേവ് ഉള്ളവർ അതിലൊന്ന് വേവിക്കുക. അന്നേരം ഒന്ന് കട്ടിയായിട്ട് കിട്ടും നമുക്ക്. അതിൻ്റെ കൂടെ വീണ്ടും നമ്മുടെ ചവ്വരിയുടെ ആ മാവ് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു മാവ് പരുവത്തിലെടുക്കുക. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കത്തില്ല, കയ്യിലൊട്ടാത്ത പരുവം, ആ ഒരു പരുവത്തിലെടുക്കുക. ഒന്നും കൂടി പറയാം, നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നല്ല അരിച്ച മാവ് വേണം ചേർക്കാൻ. ഈ ചവ്വരിപ്പൊടി തരിയൊന്നും കാണരുത്, നല്ല രീതിയിൽ അരിച്ച പൊടി വേണം നമ്മൾ ചേർക്കാൻ. ഇപ്പോൾ മാവ് നമുക്ക് ആ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്, കയ്യിലൊട്ടാത്ത രീതിയിൽ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നാണ് ചെറിയ ചെറിയ ബോൾസൊക്കെ എടുക്കേണ്ടത്. ബോബയുടെ പരുവം നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിനാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ബോൾസ് ഉണ്ടാക്കി തരാൻ എന്നെ അതിലും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ബോൾസിലോട്ട് ചവരിപ്പൊടി ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അതിനുശേഷം വെള്ളം തിളപ്പിച്ച് അതിലോട്ട് നമ്മുടെ ബോബ ബോൾസ് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബോബ ബോൾസ് ഇവിടെ നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട്. അത് കുക്ക് ചെയ്ത് വെള്ളം സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് അതും സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞിട്ടാണ് ഈ ബോബ എടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് കുറച്ച് പഞ്ചസാര സിറപ്പും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് മാംഗോ ബോബ ഇവിടെ റെഡിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇനി നമുക്ക് മാംഗോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ ഒരു മാംഗോ എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞ് ജാറിലിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്ത് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നല്ല തണുത്ത പാലും കൂടെ ഒഴിച്ച് ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ മാംഗോ മിൽക്ക് ഷേക്കും ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിത് ബോബയുടെ എങ്ങനെ സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് നമ്മൾ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗ്ലാസ്സിലോട്ട് കുറച്ച് ബോബ ഇടുക. ബോബ ഇട്ടതിന് ശേഷം ഇനി നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന തിക്ക് ആൻഡ് ക്രീമി മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബോബ മാംഗോ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മിൽക്ക് ഷേക്കാണില്ലേ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ ഓക്കെ.